ഇനി പ്ലാനറ്ററി പരേഡ് കേട്ടിട്ടുണ്ടോ? പേര് കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കല്ലേ? നമ്മുടെ അപൂർവ ആകാശ വിസ്മയത്തിന്റെ പേരാണത്. അപ്പോ ഈ പ്ലാനറ്ററി പരേഡ് എന്ന ആകാശ വിസ്മയത്തിന് ഒരു ദിവസം മാത്രം ബാക്കി. സൗരയൂഥത്തിലെ 7 ഗ്രഹങ്ങൾ സൂര്യന്റെ ദിശയിൽ വിന്യസിക്കുന്ന ഈ പ്രതിഭാസം നാളെ സൂര്യാസ്തമയം മുതൽ ഇന്ത്യയിൽ കാണാൻ കഴിയും. ഇത്തവണ അവസരം നഷ്ടപ്പെടുത്തിയാൽ പിന്നെ പ്ലാനറ്ററി പരേഡ് കാണാനേ 2040 വരെ കാത്തിരിക്കേണ്ടി വരും. അതിൽ നമ്മൾ ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ടാകുന്ന ഒരു ഉറപ്പില്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് നാളെ തന്നെ കണ്ടോളൂ. മിഥുൻ പങ്കജ് അതേക്കുറിച്ച് വളരെ വിശദമായിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്, കാണാം. ബുധൻ, ചൊവ്വ, വ്യാഴം, ശനി, ശുക്രൻ, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ 7 ഗ്രഹങ്ങൾ സൂര്യന്റെ ഒരേ വശത്തെത്തുന്നു. ഈ അപൂർവ വിന്യാസം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നതിനെയാണ് പ്ലാനറ്ററി പരേഡ് എന്നറിയപ്പെടുന്നത്. ഈ 7 ഗ്രഹങ്ങളുടെ ക്രമീകരണം ഫെബ്രുവരി 28-ന് പൂർത്തിയാകുന്നു. അന്ന് സൂര്യാസ്തമയം കഴിഞ്ഞ 45 മിനിറ്റിന് ശേഷം ഈ വിന്യാസം ഭൂമിയിൽ നിന്ന് വീക്ഷിക്കാൻ സാധിക്കുന്നു. ബുധൻ ഒഴികെ മറ്റു 6 ഗ്രഹങ്ങൾ ഈ രീതിയിൽ വിന്യസിക്കപ്പെടാറുണ്ടെങ്കിലും സൂര്യന്റെ അടുത്ത് കിടക്കുന്നതിനാൽ ബുധനെ ഈ വിന്യാസത്തിൽ കാണാൻ സാധിക്കാറില്ല. എന്നാൽ ഫെബ്രുവരി 28-ന് ബുധൻ കൂടി ഈ മറ്റു 6 ഗ്രഹങ്ങൾക്കൊപ്പം ചേരുന്നതിനാലാണ് ഈ വിന്യാസം അപൂർവമാകുന്നത്. മാർച്ച് 3 വരെ പ്ലാനറ്ററി പരേഡ് ആകാശത്ത് പ്രകടമാകും. എങ്കിലും ഫെബ്രുവരി 28-നായിരിക്കും വ്യക്തതയോടെ പരേഡ് കാണാൻ സാധിക്കുക. പരമാവധി കാഴ്ച സാധ്യമാകാൻ പ്രകാശം കുറഞ്ഞിടത്ത് നിന്ന് നോക്കുന്നതാകും ഉചിതം. ബുധൻ, ചൊവ്വ, വ്യാഴം, ശനി, ശുക്രൻ എന്നീ 5 ഗ്രഹങ്ങളെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കും. എന്നാൽ യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവ വളരെ ദൂരെയായതിനാൽ ബൈനോക്കുലർ, ടെലിസ്കോപ്പ് എന്നിവ ഉപയോഗിക്കേണ്ടി വരും. എന്തായാലും ഈ വർഷത്തെ പ്ലാനറ്ററി പരേഡ് നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ 2040 വരെ മറ്റൊരു അവസരത്തിനായി നിങ്ങൾ കാത്തിരിക്കണം.